ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് മുൻ മന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള ആന്റണി രാജുവിനും കൂട്ടുപ്രതിക്കും 3 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് ആസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സാൽവഡോർ എന്ന വ്യക്തി തൻ്റെ ജെട്ടിക്കുള്ളിൽ ഹാഷിഷ് കടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേർ ആരോപിക്കപ്പെട്ട കുറ്റം. പ്രതിയെയും തൊണ്ടി വസ്തുവും എല്ലാം മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി. അങ്ങനെ കേസിൻ്റെ വിചാരണ നടന്നു വന്നു. ഈ കേസ് വിചാരണ നടത്തിയ സെഷൻസ് കോടതി ഈ പ്രതിക്ക് 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പ്രതിയെ വെറുതെ വിട്ടു. കാരണം ഇദ്ദേഹം ധരിച്ചിരുന്ന ജെട്ടിക്കുള്ളിൽ ഹാഷിഷ് ഒളിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പക്ഷേ കോടതിയിൽ ഹാജരാക്കപ്പെട്ട ആ ജെട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പരുവമല്ല, അദ്ദേഹത്തിന് ഇടാനൊക്കാത്ത രീതിയിൽ ചെറുതാണ്. ഇങ്ങനൊരു കള്ളക്കളി നടന്നു എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി. ഈ വിഷയം വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. വിജിലൻസ് അന്വേഷിച്ചു. അവരുടെ അന്വേഷണത്തിൽ ആന്റണി രാജുവും കോടതിയുടെ സ്റ്റാഫായ മറ്റൊരു ഉദ്യോഗസ്ഥനും ചേർന്ന് യഥാർത്ഥത്തിലുള്ള ജെട്ടി മാറ്റി പ്രതിക്ക് ചേരാത്ത ഒരു ജെട്ടി അവിടെ കോടതിയിൽ വയ്ക്കുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 2 പേർക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടത്തി, ഫൈനൽ റിപ്പോർട്ടും കൊടുത്തു. ആ കേസിലാണ് ഇപ്പോൾ ഈ ശിക്ഷ വന്നിട്ടുള്ളത്. ഇവിടെ ആരോപിക്കപ്പെട്ട കുറ്റം 466 എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പനുസരിച്ചുള്ളതാണ്. ഈ വകുപ്പനുസരിച്ചുള്ള കുറ്റകൃത്യത്തിന് 7 വർഷം വരെ ശിക്ഷിക്കാവുന്നതാണ്. അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിലെ റെക്കോർഡുകളിൽ തിരിമറി നടത്തുന്നത് ആണ് ഈ കേസിനാസ്പദമായിട്ടുള്ള കുറ്റകൃത്യം. ഇത് വളരെ ഗുരുതരമായൊരു കുറ്റമാണ്. നീതി നിർവഹണ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് വിധിന്യായങ്ങൾ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറ്റമാണ്. അത് ഗുരുതരമായൊരു കുറ്റമാണ്. അതിൻ്റെ ശിക്ഷ 3 വർഷത്തിൽ ഒതുങ്ങുന്നതല്ല. എന്നാൽ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി 466 വകുപ്പനുസരിച്ചുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള ഒരു ട്രയലല്ല നടത്തിയത്. ഇനി 409 വകുപ്പനുസരിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടാണ് ഈ ശിക്ഷ. ഈ 409 വകുപ്പ് ആന്റണി രാജുവിനെ ബന്ധിക്കുന്നതുമല്ല. കാരണം ആ വകുപ്പ് പ്രകാരം ആന്റണി രാജുവിനെ ഏൽപ്പിച്ചിരുന്ന ഒരിടത്തല്ല ആന്റണി രാജു ഈ ഫോർജറി കമ്മിറ്റ് ചെയ്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 409 വകുപ്പ് എന്ന് പറയുന്നത് ജീവപര്യന്തം വരെ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യത്തെ ഡീൽ ചെയ്യുന്ന വകുപ്പാണ്. പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ ഉള്ളത്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് 3 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. എന്നാൽ ക്രിമിനൽ നടപടി നിയമം 325 അനുസരിച്ച് ആ തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം വന്നാൽ ഈ മജിസ്ട്രേറ്റ് താൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതിയെയും റെക്കോർഡുകളും എല്ലാം കൂടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിക്കണം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റെക്കോർഡുകളെല്ലാം നോക്കിയതിന് ശേഷം അതിന് പര്യാപ്തമായ ശിക്ഷ വിധിക്കാം. ഇനി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് തെളിവ് പോരെന്ന് തോന്നിയാൽ തെളിവെടുക്കാനുള്ള അധികാരവുമുണ്ട്. അതായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേസിൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഈ പ്രതികൾക്ക് 3 വർഷമായിട്ട് ചുരുക്കി ശിക്ഷ. പല വകുപ്പുണ്ട്. ഇത് കൂടാതെ തെളിവ് നശിപ്പിച്ചു എന്നുള്ള ഒരു വകുപ്പുണ്ട്. എല്ലാം കൂടെ ചേർത്ത് 3 വർഷത്തിൽ ഒതുക്കി. ഈ 3 വർഷത്തിൽ ഒതുക്കിയതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം, വിസ്താര കോടതി പ്രതിയെ 3 വർഷമോ അതിൽ താഴെയുള്ള കാലഘട്ടത്തിലേക്ക് മാത്രമേ തടവ് ശിക്ഷ വിധിക്കുന്നുവെങ്കിൽ ആ കോടതിക്ക് തന്നെ പ്രതിയെ ജാമ്യത്തിൽ വിടാം. പ്രതി മേൽക്കോടതിയെ സമീപിച്ച് ആ ഉത്തരവ് സ്റ്റേ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ആന്റണി രാജുവിനും കൂട്ടുപ്രതിക്കും കിട്ടുന്നതിന് വേണ്ടിയാണ് മജിസ്ട്രേറ്റ്
ഇത് 3 വർഷമായി ചുരുക്കിയത് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ആന്റണി രാജുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ശിക്ഷാവിധിയോടുകൂടി ജയിലിൽ പോകേണ്ടി വരുന്നില്ല. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമ്പോൾ ആ അപ്പീലിൽ ഈ ശിക്ഷാവിധിയെ തന്നെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് യാതൊരു ഡിസ്ക്വാളിഫിക്കേഷനുമില്ല. അദ്ദേഹത്തിന് ഒരു ശിക്ഷയൊന്നുമില്ലാത്ത ഒരാളിൻ്റെ സ്ഥിതിയിൽ തന്നെ കഴിയാം. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യാം. അപ്പീൽ കോടതി ശിക്ഷ നടപ്പിൽ വരുത്തുന്നതിനെ മാത്രമാണ് സ്റ്റേ ചെയ്യുന്നത് എങ്കിൽ ശിക്ഷ നിലനിൽക്കും. അപ്പോൾ ആന്റണി രാജു ഡിസ്ക്വാളിഫൈഡ് ആയി, അദ്ദേഹത്തിന് MLA സ്ഥാനവും നഷ്ടപ്പെടും, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കത്തക്ക തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയാണ് മജിസ്ട്രേറ്റ് നടത്തിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, ചില കുട്ടികളൊക്കെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുതിർന്ന ആൾക്കാർ തോളിലൊക്കെ ഒന്ന് തട്ടി തലോടി, മോനെ ഇതൊന്നും ആവർത്തിക്കരുത്, പോട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ഒരു രീതിയിലുള്ള ലാഘവത്തോടു കൂടിയുള്ള ഒരു ശിക്ഷാവിധിയാണ് ഇത് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അത് തെറ്റു പറയാനൊക്കില്ല.